അങ്ങനെ ആ ദിവസം വന്നെത്തി പെസഹ. ക്രൈസ്തവരുടെ വിശ്വാസത്തിൽ ദുഃഖവെള്ളിക്ക് തലേന്നത്തെ വ്യാഴാഴ്ചയാണ് കേട്ടോ പെസഹ വ്യാഴമായി ആചരിക്കുന്നത്. കുരിശുമരണം വരിക്കുന്നതിന് മുൻപായി യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം അവസാനമായി കഴിച്ച അത്താഴത്തിൻ്റെയും അതിനു മുൻപായി അദ്ദേഹം അവരുടെ കാലുകൾ കഴുകിയതിൻ്റെയും ഓർമ്മ പുതുക്കലായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത്. ഇന്നേ ദിവസം എല്ലാ ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലും ഇത്തരത്തിലുള്ള അപ്പം മുറിക്കൽ ശുശ്രൂഷ നടക്കാറുണ്ട് കേട്ടോ. എല്ലാ വർഷവും ഞങ്ങളിത് ചെയ്തു പോരുന്ന ഒരു ആചാരമാണ്. വൈകുന്നേരം പള്ളിയിൽ പോയി അവിടുത്തെ പ്രാർത്ഥനയും അപ്പം മുറിക്കലും കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു വീട്ടിൽ കൂടിയിട്ട് അന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് കുടുംബത്തിലെ ഏറ്റവും തലമുതിർന്ന ആളാണ് അപ്പം മുറിക്കുന്നതും അത് വിതരണം ചെയ്യുന്നതും. അതിനുശേഷം അപ്പം മുറിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ അപ്പവും പാലും കഴിച്ചതിന് ശേഷം എല്ലാവരും ഒരുമിച്ചിരിക്കുന്നൊരു സമയമുണ്ട്. ഈ വർഷം ചേട്ടായി ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ചേട്ടനെയൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്ത് ഞങ്ങളെല്ലാവരും ഒന്ന് സന്തോഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ ഇരുന്നു. ചില ഒത്തുകൂടലൊക്കെ ഉള്ളപ്പോഴാണ് കേട്ടോ നമ്മൾ ഈ വീട് എത്ര മിസ് ചെയ്യുന്നു എന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ എല്ലാവരും ഒരുമിച്ചൊരു പെസഹ കൂടെ കടന്നുപോയി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ.